എസ് സുരേഷ്, ഇവിടെ ശരി, ഇവിടെ ഉമ്മൻചാണ്ടി അതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ട്. ഇനി പോട്ടെ, പണ്ട ലായി രാജവംശം, കാന്തള്ളൂര്, ശ്രീമൂലം ഒക്കെ പോട്ടെ. ഇപ്പം നായനാർ മുതലാണ് ഇന്ന് പറഞ്ഞത്. ഇപ്പോൾ എസ് കെ സജീഷ് അടക്കം ഇന്ന് ആ വേദിയിൽ പറഞ്ഞവരൊക്കെ നായനാർക്ക് മുമ്പ് 96 കെ കരുണാകരനുണ്ട്, എം വി രാഘവൻ്റെ ശ്രമങ്ങളുണ്ട്. 95 ഒക്ടോബറിൽ കുമാർ ഗ്രൂപ്പുമായി ധാരണയുണ്ട്. BOT വ്യവസ്ഥയിൽ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ എം വി രാഘവൻ്റെ തീവ്ര ശ്രമങ്ങളുണ്ട്. ആത്മഹത്യയിൽ പറയുന്നുണ്ട്. പിന്നെ നായനാർ 96, 2001 പിന്നെ AK ആന്റണി എന്ന് പറഞ്ഞാൽ ഇതൊരു തുടർച്ചയല്ലേ ശ്രീ സുരേഷ്? ആ തുടർച്ച അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ അഭിമാന സ്തംഭത്തിൻ്റെ വളർച്ചയിൽ അതിൻ്റെ വളർച്ചാ വഴികളെ നിരാകരിക്കാനൊരു നീക്കം നടന്നു എന്ന് താങ്കൾക്ക് ആ സാഹചര്യത്തിൽ തോന്നിയോ ശ്രീ സുരേഷ്? ശ്രീ ഹാഷ്മി, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എനിക്ക് അതിനു വേണ്ടിയുള്ള സമയം തരുമെന്ന്, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ സമയം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിലെ യുവതലമുറയ്ക്ക് ഭാവിയെ സംബന്ധിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന, കേരളത്തിലും തിരുവനന്തപുരത്തിനും കേരളത്തിനും ഇന്ത്യക്കും ആകമാനം സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന അമൃതകാൾ മെരിടൈം വിഷൻ 2047 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികമാകുമ്പോൾ ഒരു വികസിത രാജ്യമായിട്ട് ഡെവലപ്ഡ് ഇന്ത്യയായിട്ട് മാറണമെന്നുള്ള വലിയ സ്വപ്നത്തിലേക്കുള്ളൊരു കുതിപ്പ്, മെറിടൈം എക്കോണമിയിൽ നിന്ന് 80 ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടാക്കണമെന്നുള്ള വലിയ ലക്ഷ്യം, ഈ ലക്ഷ്യവുമായിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആദ്യത്തെ ഒരു കപ്പൽ വന്നിറങ്ങിയപ്പോൾ ഈ കേരളം ചർച്ച ചെയ്യുന്ന വിഷയമോർത്ത് ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയും ലജ്ജിച്ച് തലതല്ലിച്ചാകാൻ ശ്രമിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ DNA പരിശോധിക്കുക. ഞാനൊരു വക്കീല, ചില കുടുംബ കോടതി കേസുകളുണ്ട്. കുട്ടിയുടെ പിതൃത്വം തേടി കോടതിയിൽ പോകുന്ന സമയത്ത് ഓരോരുത്തരുടെ പേര് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് DNA പരിശോധന. ഇവിടെ ശ്രീ BRM ഷഫീറും സജീവും ഇവിടെ പിണറായി വിജയനും VD സതീശനും ചേർന്ന് വിഴിഞ്ഞത്തിൻ്റെ പിതാവാര് എന്നതിനെ സംബന്ധിച്ച് DNA പരിശോധന നടത്തുകയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവിനെ അന്വേഷിക്കേണ്ട ദിവസമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ പഴയ ആയി രാജവംശത്തിലേക്ക് പോകേണ്ടി വരും. 18ാം നൂറ്റാണ്ടിൽ ഈ ഭാഗം വാണിരുന്ന ആയി രാജവംശത്തിൻ്റെ ആസ്ഥാനം ഈ വിഴിഞ്ഞമായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ആ സമയത്ത് വിഴിഞ്ഞം വലിയൊരു തുറമുഖമായിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിതാവിനെ, ഇപ്പോൾ ചരിത്രത്തിൽ ലഭ്യമായിട്ടുള്ള പിതാവ് ആയി രാജാവ്, അതിനുശേഷം സർ CP ഇവിടെ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യതയുണ്ട് എന്ന് വിളിച്ചു പറയുകയും അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനം നടന്ന സർ CP അദ്ദേഹത്തെ നിങ്ങൾ കൊച്ചച്ഛനായിട്ട് പറഞ്ഞോ? അതിനുശേഷമേ നിങ്ങൾക്കൊക്കെ അവകാശപ്പെടാൻ സാധിക്കും. എന്തോ ഒരു നാണം കെട്ട ചർച്ചയാ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നടത്തുന്നത്. നിങ്ങളൊക്കെ ഓർത്ത് ഈ കേരളം ലജ്ജിക്കുക, തല താഴ്ത്തുകയാണ്. ശ്രീ ഹാഷ്മി, ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് തെറ്റായിരിക്കാം. അതുപോലെ തന്നെ തെറ്റാണ് ഈ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, മലയാളം സംസാരിക്കുന്ന 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെയും കൂടെ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ അതിൻ്റെ ഉദ്ഘാടനമല്ല നടന്നത് എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് ചെയ്യാൻ എന്തായാലും പിണറായി വിജയന് ഭാഗ്യം ലഭിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ വിളിച്ചില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല? എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ വിളിച്ചില്ല? 2014 മുതൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 2 വ്യക്തികളാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കേന്ദ്ര പ്രതിനിധിയായിട്ടല്ലേ സാക്ഷാൽ സർബാനന്ദ് സോനോവാൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ലല്ലോ, ഒരു ഡസൻ ഈ വിഴിഞ്ഞത്തിനെതിരെ തെരുവിൽ സമരം ചെയ്ത 1 ഡസൻ മന്ത്രി വേഷധാരികളായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുപോട്ടെ, ഈ 2 മന്ത്രിമാർ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ വിഴിഞ്ഞത്തിനു വേണ്ടി 2013-14 കാലഘട്ടം മുതൽ സമരം ചെയ്യുകയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയെയും നിതിൻ ഗഡ്കരിയെയും, അന്നത്തെ പോർട്ട് മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയും ഉൾപ്പെടെ കണ്ട ആൾക്കാരാണ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. അന്ന് BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും ആ പ്രതിനിധി സംഘത്തിനോട് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഇവിടെ പിതൃത്വത്തെ തേടിയല്ല പോകേണ്ടത്. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. സർ CP സ്വപ്നം കണ്ട വിഴിഞ്ഞം തുറമുഖം 65 വർഷക്കാലമായിട്ട് കടലിൽ പൂഴ്ത്തിയിട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും
ഇന്നിവിടെ ഇരുന്ന് മേന്മ പറയുമ്പോൾ നമ്മളാണ് ഇതിൻ്റെ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് VGF കിട്ടിയില്ല? ഇവിടെ ഷഫീർ പറയുന്നത് കേട്ട് ഉമ്മൻചാണ്ടിയാണ് VGF കൊടുത്തത്, മൻമോഹൻ സിംഗിനാണ് കൊടുത്തത്. എന്തോ ഒരു വിഡ്ഢിത്തമാണ് ഷഫീറെ പറയുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ടെൻഡർ നടപടികൾ 4 എണ്ണം പൊളിഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പേരിന് വേണ്ടി നടത്തിയ ടെൻഡർ നടപടികൾ ഓരോന്ന് പൊളിഞ്ഞു. അവസാനം ടെൻഡർ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. ആ സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 5.5 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് VGF അനുവദിക്കാമെന്ന് നരേന്ദ്രമോദി സർക്കാരാണ് ഓഫർ ചെയ്തത്. അതിനെ തുടർന്നാണ് രണ്ടാമത് ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. എന്നിട്ട് പോലും ടെൻഡറിൽ വന്നത് ബിഡിൽ വന്നത് ഒരൊറ്റ കമ്പനിയാണ്, അത് അദാനിയാണ്. ഒരു കമ്പനി മാത്രം വന്നാൽ ആ ടെൻഡർ അസാധുവാക്കണമെന്നാണ് നിലവിലുണ്ടായിരുന്ന നിയമം, കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ച നിയമം. ആ നിയമത്തെ മാറ്റിയിട്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായേ പറ്റൂ, അത് ഈ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് കണ്ട് കോൺഗ്രസ്സുകാർ മാറ്റിവെക്കാൻ മടിച്ച ആ നിയമം മാറ്റിവെച്ച് ഒരാളാണ് ബിഡിൽ ഏർപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിന് നൽകണമെന്നും അതിലെന്തെങ്കിലും നഷ്ടം വന്നാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വഴി 817 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്ന് ഇച്ഛാശക്തി കാണിച്ച ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ട്. അദ്ദേഹം തന്നെയാണ് 3ാം വട്ടവും ഈ ഇന്ത്യ ഭരിക്കുന്നത്, നരേന്ദ്രമോദി. നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം 2015 ഡിസംബർ 5-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടില്ലായിരുന്നു എന്ന് രണ്ടുപേരെയും വളരെ വിനീതമായിട്ട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പിതാവിനെ തേടി നിങ്ങൾ അലയണ്ട, അതല്ല നിങ്ങളുടെ പണി. ഇതിനെ അട്ടിമറിച്ച ഒരൊറ്റ പോയിന്റോട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങി ഇന്ന് വരെ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് ഒരു ശബ്ദവും ഉന്നയിക്കാതെ, ഒരു സമരവും വിഴിഞ്ഞത്തിനെതിരായിട്ട് നടത്താത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ ഈ കേരളത്തിലുള്ളൂ, അത് BJP മാത്രമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസ് ഇരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി കരിങ്കാലി പണി ചെയ്ത് വിഴിഞ്ഞത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം കോൺഗ്രസ്സുകാർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് അത് തടഞ്ഞുകൊണ്ട് സമരം ചെയ്തവരെ സംരക്ഷിക്കാൻ ഈ വിഴിഞ്ഞം ഇരിക്കുന്ന കോവളം മണ്ഡലത്തിലെ MLA തന്നെ അത് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.